നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, അതായത് 1199 ആണ്ട് കർക്കടക മാസം 22-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. മകം നക്ഷത്രമാണ്. മകനക്ഷത്രമാണെങ്കിൽ പോലും ആഴ്ച ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളിൽപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ ചൊവ്വ പലതരത്തിലുള്ള കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് ചൊവ്വാഴ്ച നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് മാറ്റിവെക്കണേ. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. നക്ഷത്രമൊക്കെ കൊള്ളാം, നല്ല നക്ഷത്രമാണ് മകൻ നക്ഷത്രം. മകൻ ശുഭനക്ഷത്രവുമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ നോക്കാം. മകൻ നക്ഷത്രം, അതായത് കർക്കിടക മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ. വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ. ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ജന്മനാൾ വന്നിരിക്കണേ. നമുക്ക് പലതരത്തിലുള്ള കഷ്ടത കൊടുക്കുന്ന സമയമാണ് ഈ ചൊവ്വാഴ്ച വരിക എന്ന് പറയുമ്പോൾ. എന്തൊക്കെ കഷ്ടത ഉണ്ടാവും? ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ കേസ് വഴക്കുകൾ ഉണ്ടാവാം, സാമ്പത്തിക നഷ്ടം വരാം, ശത്രുക്കളുടെ എണ്ണം കൂടും. നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും നല്ലത് കിട്ടാതെ വരും. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ, മറ്റു നമുക്ക് ഒരു ദിവസം കൊള്ളൂല, ഓക്കെ ഇന്നത്തെ ദിവസത്തെ ഉള്ള നാളത്തേക്ക് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം ഒരു വർഷവും. എല്ലാ മകൻ നക്ഷത്രക്കാർക്കും അങ്ങനെയല്ല. ജാതകത്തിൽ നല്ല സമയം നിൽക്കുന്നവർക്ക് വലിയ ദോഷഭാവങ്ങൾ വരാതെ പോവും, എന്നാലും കുറച്ച് ബാധിക്കും. പ്രധാനമായി ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വർഷക്കാലം ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതുപോലെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം, മാസത്തിൽ ഒന്നെങ്കിലും. അപ്പോൾ അതേപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം, അതായത് മുരുക യന്ത്രം, അപകടങ്ങളോ മറ്റ് ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കൂടി കെട്ടിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർഷം അപകടങ്ങളോ കഷ്ടത വരാതെ സംരക്ഷണമായിട്ട് ദേഹരക്ഷ സഹായിക്കും. അതേപോലെ ഓരോ ദിവസവും, ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു, അപകടങ്ങളൊക്കെ ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്, കൂടുതൽ ശത്രുത ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കിയിട്ട് വേണം യാത്ര തിരിക്കാൻ. രാഹുകാല സമയം 3:36 തൊട്ട് തുടങ്ങി 5:09 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ 3:39 തൊട്ട് 36 തൊട്ട് തുടങ്ങേ ഉള്ളൂ. നമ്മൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്നതോ 3 തൊട്ട് 4:30 വരെ രാഹുകാലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3:36 തുടങ്ങേ ഉള്ളൂ, 5:09 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളണം. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസം ഗുളികനെയും യമകണ്ഠനെയും പ്രധാനമായിട്ട് സൂക്ഷിക്കണം. ആ സമയത്ത് കൊണ്ടുവച്ച ഒരു കാര്യങ്ങളും ചെറുത് അതിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളണം. ആ സമയത്ത് ഒരു പ്രശ്നങ്ങൾ വന്നാൽ പോലും ആ സമയം നമ്മൾ നോക്കി അതിൽ നിന്ന് അത് കൈകാര്യം ചെയ്യാതെ അങ്ങ് വിട്ടുകളയണം. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:30 തൊട്ട് 2:03 വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും. അപ്പോൾ ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. ഇല്ല, നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, എന്ത് തന്നെ വന്നാലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ വരുന്നവർ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ വരുന്ന സമയം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുറേ ദോഷഭാവങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് ആ സമയം പോസിറ്റീവാക്കി തരും. അതുപോലെ ഇന്ന്
ഓരോ കാര്യങ്ങളുമായി പുറത്തു പോകുന്നവരും വസ്ത്രധാരണയിൽ ശ്രദ്ധിക്കണം. റെഡ് കളറ്, ചുവപ്പ് വസ്ത്രം, ചുവപ്പ് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ ഉണ്ടാവണം. ഏത് കളർ ഡ്രസ്സ് ഇടണം, അതിൽ ചുവപ്പ് കളർ കൂടി ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും, നമ്മളെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും, പോകുന്ന കാര്യങ്ങൾ വിജയിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ദോഷം നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് ഞാൻ പറയണേ. അപ്പോൾ പ്രകൃതി തന്നെ ഓരോന്നിനെ അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതി തന്നെ ഉണ്ട്. എന്ത് നെഗറ്റീവ് വന്നാലും അതിന് പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് വസ്ത്രധാരണത്തിന്. അതുകൊണ്ട് അതും കൂടി ധരിച്ചുകൊള്ളുക. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ദിവസം നല്ല ഫലത്തെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രകൃതി ശക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.